രതീഷ് നെടുങ്കണ്ടൻ രചിച്ച നന്ദിനിച്ചുഴി എന്ന നോവലിന്റെ പ്രകാശനം നെടുങ്കണ്ടം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ലോറി ഡ്രൈവറായ രതീഷിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് നന്ദിനിച്ചുഴി. നാട്ടിൽ നിന്നുള്ള ഒരു എഴുത്തുകാരനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് KJU ഈ പുസ്തക പ്രകാശനം ഏറ്റെടുത്തത്. KJU താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോമോൻ താന്നിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഇവിടെ ശരിക്കും 2 മണിക്കാണ് ഇവിടെ കയറി വന്നത്. ഞാൻ അടുത്ത സമയം 2 മണിയാണെന്ന്. അപ്പം അദ്ദേഹം ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകം വളരെ ഭംഗിയായിട്ട് പ്രിയപ്പെട്ട അനീഷിനോടൊപ്പം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് ഒരു പുസ്തകം എഴുതുന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് അങ്ങ് എഴുതും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പരിപാടി? അപ്പോൾ അദ്ദേഹം നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താണ് പരിപാടി എന്ന് പറഞ്ഞു. ഞാൻ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ ഒന്നുകൂടെ എന്നെ ഞെട്ടലുണ്ടാക്കി. കാരണം സാധാരണ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് ഒരു പുസ്തകം പോയിട്ട് ഒരു വരി എഴുതാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം വളരെ റിസ്ക്കുള്ള ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ആ സമയത്ത് എങ്ങനെ എന്താ പറയുക 24 മണിക്കൂർ സാധാരണ ലോറിയൊക്കെ ആണെങ്കിൽ 24 മണിക്കൂർ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. അതിനൊക്കെ ഒട്ടും റെസ്റ്റ് ഇല്ല. ബസ്സും ലോറിയൊക്കെ ഓടിക്കുന്ന സമയത്ത് സാധാരണ ഒരു കാറൊക്കെ ആണെങ്കിലും ഒക്കെ എവിടെയും സമയം കിട്ടും. പക്ഷേ ആ സമയത്ത് എങ്ങനെ എഴുതാൻ പറ്റുന്ന മിച്ചം കിട്ടുന്ന സമയം, ഇതെല്ലാം കഴിഞ്ഞാൽ ഓട്ടം കഴിഞ്ഞാൽ മിച്ചം കിട്ടുന്ന സമയത്ത് എഴുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ കഥയുടെ സാറിന് ചോദിച്ചു ഹൊറർ കഥയാണ് ഇതെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഏതായാലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. നെടുങ്കണ്ടംകാരനെ ഒരാൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം രതീഷ് നെടുങ്കണ്ടം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കെല്ലാം അഭിമാനമാണ്. നെടുങ്കണ്ടംകാരനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം നമുക്കും അഭിമാനിക്കാം. കാരണം നമ്മുടെ നാടുകളിൽ ഇന്നത്തെ ചെറുപ്പക്കാർ ശരിക്കും എല്ലാവരും മൊബൈലിൻ്റെയും ഓൺലൈനിൻ്റെയും ഒക്കെ പുറകെ പോകുമ്പോൾ ഒരു പുസ്തകം പോയിട്ട് ഒരു കടകഥ പോലും വായിക്കാൻ, ഒരു ബാലരമ പണ്ടൊക്കെ ബാലരമയെങ്കിലും വായിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതുമില്ല. ബാലരമ എന്താണെന്ന് പോലും ചോദിച്ചാൽ ഇപ്പോഴത്തെ അറിയത്തില്ല. പണ്ടത്തെ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ബാലരമയും പൂമ്പാറ്റയും ഒക്കെ നമ്മളിങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ ആ വായന പോലും കുട്ടികളിൽ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പം മൊബൈൽ മാത്രം കിട്ടി അതിൻ്റെ അകത്ത് എന്തെങ്കിലും കേട്ട് അവർക്ക് ഉള്ള ഈ കുഞ്ഞു കുട്ടികൾ അവർക്കുള്ള എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും കേൾക്കാനോ ഒരു പത്രം പോലും വായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ ഒരു പരിപാടി നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN ഗോപി മുഖ്യപ്രഭാഷണവും അധ്യാപകനും നിരൂപകനുമായ S ജ്യോതിഷ് പുസ്തക പരിചയവും നടത്തി. പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനും നാടകരചയിതാവുമായ KR രാജേന്ദ്രൻ പുസ്തക പ്രകാശനം നടത്തി. ഈ പുസ്തകത്തിന് മുന്നേറ്റം എന്നാണ് ഞാൻ ആദ്യം സംശയിച്ചു. നീർച്ചുഴി എന്ന് എഴുതുന്നപ്പോൾ നന്ദിനിയുടെ ചുഴി അത് തന്നെയായിരിക്കും. അല്ല, അവിടെയാണ് തെറ്റിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങളെല്ലാവരും അനുഭവത്തോടി സ്നേഹപൂർവ്വം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അധ്യാപകനുമായ മുകേഷ് മോഹനൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. യോഗത്തിൽ KJU താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി അനീഷ് PA, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊച്ചുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KR രാമചന്ദ്രൻ, AKPA ജില്ലാ വൈസ് പ്രസിഡന്റ് ഗ്രീഷ്മ ഹണി, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി സൌപർണിക സരിൽ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി സജീവാർ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്, ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.